സോ ഹേ ഗൈസ്, വെൽക്കം ടു യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. പുതിയതോട്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ കണ്ട പോലെ ഒരു ചെറിയ ചിലവിൽ വണ്ടിക്ക് ഒരു റെട്രോ ഫീൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട സാധനം BS6 സ്പ്ലെൻഡറിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട സാധനങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. ഒത്തിരി പേര് എന്നോട് ചോദിച്ചൊരു കേസാണ്. അത്യാവശ്യം വലിയ ബഡ്ജറ്റ് പൊട്ടാതെ വണ്ടിക്ക് ആ ഒരു ഓൾഡ് ലുക്ക് കൊണ്ടുവരണമെങ്കിൽ എന്നൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്തേക്കുന്ന എല്ലാ പരിപാടിയും നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പം നമ്മൾ വണ്ടി നോക്കുവാണെങ്കിൽ ഇതൊരു BS6 സ്പ്ലെൻഡറാണ്. വണ്ടി ഓൾറെഡി നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് 16 ഇഞ്ച് റിമ്മ് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട് നമ്മൾ ഒരു ഡിസ്ക് സെറ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾഡ് മോഡൽ ഹെഡ് ലൈറ്റ്, ഓൾഡ് മോഡൽ ടൈൻ ലൈറ്റ്, പിന്നെ 4 ഹിസഡ് ഇൻഡിക്കേറ്റർ. ഈ ഇത്രയും സാധനങ്ങളാണ് ഞാൻ പറഞ്ഞ ഒരു ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഓൾഡ് റെട്രോ ലുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സാധനം. വണ്ടിയുടെ ലുക്കിനെ നല്ല രീതിക്ക് ഇത് ചേഞ്ച് ചെയ്യും. ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും നോക്കുവാണെങ്കിലും ഇൻഡിക്കേറ്റർ വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു ഓൾഡ് മോഡൽ ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഇതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ എന്ന ലാസ്റ്റ് ഇതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ വീഡിയോ ആണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്നൊക്കെ സാധനം നമ്മൾ എടുക്കുന്നത് നോക്കുവാണെങ്കിൽ ഒരു മിൻഡയുടെ നമ്മുടെ ഒരു ഗ്ലാസ് ടൈപ്പ് ഫ്രണ്ട് നേരെ വരുന്ന ടൈപ്പ് ഫ്ലാറ്റ് ടൈപ്പ് ഒരു ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. സ്പ്ലെൻഡറിൻ്റെ തന്നെയാണ്, ഓൾഡ് മോഡൽ സ്പ്ലെൻഡറിൻ്റെയാണ്. അങ്ങനെ ഓൾഡ് മോഡൽ സ്പ്ലെൻഡറിൻ്റെ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ് ആക്ച്വലി ഇത് വരുമ്പോൾ എടുക്കുമ്പോൾ ഇതുപോലെ ഫുൾ സെക്ഷനായിട്ട് എടുക്കണം. കാരണം ചിലവർ ഈ ഒരു ഫ്രെയിം മാത്രമായിട്ട് ഒപ്പിച്ചിട്ട് അത് ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് സീറ്റിങ്ങും കാര്യങ്ങളെല്ലാം വിഷമമായിട്ട് ഇരിക്കുന്നുണ്ട്. സോ അത് മാറണമെങ്കിൽ ഈ ഫുൾ സെറ്റായിട്ട് തന്നെ മേടിക്കണം. അതിന് 4 ഹിസഡിൻ്റെ ഇൻഡിക്കേറ്റർ അതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ബാക്ക് സൈഡ് ക്രോം ഫിനിഷ് ആയിരുന്നു. അപ്പം ഈ ഒരു 4 സാധനങ്ങൾ, ഐ മീൻ 3 സെറ്റ് ഓഫ് സാധനങ്ങൾ, 4 ഇൻഡിക്കേറ്ററും ടെയിൽ ലൈറ്റ് ഹെഡ് ലൈറ്റ് മാറിയാൽ തന്നെ വണ്ടി ലുക്ക് നല്ല മാറ്റം കൊണ്ടുവരുന്നത് 100% ഉറപ്പാണ്. കാരണം പുതിയ മോഡൽ ഹെഡ് ലൈറ്റ് അറിയാം, ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് അതിനെ കാണിക്കും ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇസഡിൻ്റെ ഇൻഡിക്കേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ വേറെ ആയിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയത്തേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടില്ലാത്തവരെടുത്ത് നോക്കുക. പിന്നെ ടെയിൽ ലൈറ്റ് ഫുൾ സെക്ഷൻ അഴിച്ച് ബാക്ക് റെഡി ആക്കണം. ആൻഡ് ഹെഡ് ലൈറ്റ് ഡയറക്റ്റ് ഫിറ്റ് ആണ്, എന്നാലും ചെറിയ ചെറിയ വർക്കുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അപ്പോൾ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ് സെക്ഷൻ അഴിക്കുന്നവരായിട്ടൊന്നും ആദ്യം നമ്മൾ കിറ്റ് മൊത്തം അഴിക്കണം, എന്നാലും അഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതുണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ വർക്ക് വരുന്നുണ്ടല്ലോ, ഈ 2 നട്ട് അഴിച്ചിട്ട് വേണം നമുക്കത് റീപ്ലേസ് ചെയ്യാനായിട്ട്. സാധാരണ എല്ലാവരും ഈ ഒരു കവർ മാത്രം മാറും. കവർ മാറുമ്പോൾ പ്രശ്നം ചെയ്യുക ഗ്യാപ്പ് വരും, അതാ പ്രശ്നം. അതിപ്പോൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് അടങ്ങിങ്ങനെ ഇത് കണ്ടല്ലോ. ഇനിയിപ്പോൾ അത് അഴിച്ച് മാറ്റിയിട്ട് നമുക്കത് മറ്റേ പിടിപ്പിക്കാം. നമ്മൾ ടെയിൽ ലൈറ്റ് കയറ്റി കേട്ടോ സംഭവം. ബാക്കി ഫിറ്റിങ്സ് എല്ലാം സെയിം ആണ്, അതിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നോക്കുമ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പിന്നെ വയറിങ്ങിലാണ് ചെറിയ ഡിഫറൻസ് വരുന്നത്. അതൊന്നും ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം നിലവിൽ ഉണ്ടല്ലോ ടെയിൽ ലൈറ്റ് കയറിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടെയിൽ ലൈറ്റ് മൊത്തം കയറ്റി ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. അപ്പം ഇതിൻ്റെ വന്നിട്ട് അതെ നമ്മൾ പഴയ സോക്കറ്റ് കട്ട് ചെയ്ത് റെഡി ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ, നെഗറ്റീവ് കൊടുക്കാനായിട്ട് നൈസായിട്ട് വളയം പോലെ സെറ്റ് ചെയ്ത് അതിനോട് കൊടുക്കുക ചെയ്യാറ്. ഇത് നമ്മൾ പഴയ ഒരു മറ്റേ ഇൻഡിക്കേറ്റർ തന്നെ കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കുന്നതാണ്. ഇത് വരുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവും പോസിറ്റീവും എന്നുള്ള രീതിക്ക് രണ്ടായും വരും. അത് നമ്മൾ സാധാരണ കണക്ട് ചെയ്യുന്നത്, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതോടെ സെറ്റ് ചെയ്ത് ബാക്കെല്ലാം കയറിയിട്ട് ഓരോ ലുക്ക് ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മൾ ബാക്ക് സെക്ഷൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, കണ്ടല്ലോ ആ ഒരു ഓൾഡ് ലുക്കിലോട്ട് അത്യാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ്റേൺ സെയിം ആകുമ്പോഴാണ് കാണുമ്പോൾ ശരിക്കും പറയാൻ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇച്ചിരി നോക്കാനുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ആയിട്ടിരിക്കുന്നത് നോക്കുക സെറ്റ് ചെയ്യുമ്പോൾ അത് റെഡിയാവും. അങ്ങനെ നമ്മുടെ ടെയിൽ ലൈറ്റ് സെക്ഷൻസ് മൊത്തം വണ്ടിയെ കയറി. അപ്പം ഇത്രയും സാധനം മാറിയതുകൊണ്ട് വണ്ടിക്ക് ഈ ഒരു ലുക്ക് വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഇത്ര ലുക്കായിട്ട് നിൽക്കുന്ന കാര്യം നമ്മൾ ഫുൾ കൺവേർഷൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വേറെ ആയിട്ട് കിടപ്പുണ്ട്, എടുത്തില്ലാത്തവരെടുത്ത് നോക്കുക. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ലൈറ്റിൻ്റെ കേസ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ അതുപോലെ പറയുവാണെങ്കിൽ ഇത് BS6 വണ്ടിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ലൈറ്റ് സെക്ഷൻസ് എല്ലാം ഓൾഡ് മോഡൽ ടൈപ്പിലേക്ക് മാറ്റിയേക്കാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇൻഡിക്കേറ്റർ നോക്കുവാണെങ്കിൽ നമ്മൾ RX ഹിസഡിൻ്റെ ടൈപ്പ് ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹെഡ് ലൈറ്റ് നമ്മൾ സ്പ്ലെൻഡർ ഫസ്റ്റ് മോഡൽ ഹെഡ് ലൈറ്റിൻ്റെ മറ്റേ ഗ്ലാസ് ടൈപ്പ് ഹെഡ് ലൈറ്റ് കയറ്റിയിട്ടുണ്ട്. വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് സ്റ്റോക്ക് ഹെഡ് ലൈറ്റിന് എത്ര വെളിച്ചമുണ്ടോ അത്ര തന്നെ ഉണ്ട്. ആൻഡ് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും ടെയിൽ സെക്ഷനിലും നമ്മൾ ഫുള്ള് മാറ്റി കണ്ടല്ലോ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ റിസൾട്ട് കയറിയപ്പോഴത്തേക്കും ബാക്കി എന്നുള്ള ലുക്കും ആ ഒരു ഓൾഡ് മോഡൽ ലുക്ക് കണക്ട് ആയിട്ടുണ്ട്. വണ്ടിക്ക് പിന്നെ ഈ കൺവേർഷൻ കൂടെ വന്നപ്പം നല്ലപോലെ ലുക്ക് ചേഞ്ച് ഉണ്ട്. ഇപ്പം കൺവേർഷൻ ചെയ്തില്ലെങ്കിലും ഇത്രയും ഹെഡ്ലൈറ്റ് ഐറ്റംസ് ഒക്കെ മാറുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ചെറിയൊരു ലുക്ക് വ്യത്യാസം കാണിക്കും. അപ്പം ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ചിത്രം കൂടെ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 1500 രൂപ 2000 താഴെ നമുക്ക് വരുന്നുള്ളൂ. ചെറിയൊരു എമൗണ്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പം ചാനൽ വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുന്ന താഴെ കമൻറ്റ് ചെയ്യുക. വെരി ഡിസ്മിഷ് വാസ് സൈനിങ് ഓഫ് ഫ്രം TVM Automotives.